സിദ്ധാരാള വിചാര കുന്തളം സിംഹാസന വ്യാസന പൂജ്യൽ പത്ര സുഹൃത്തം ശുശ്വാസോദ്യം നീലക്ഷമോസം നവീന ജലദശ്യാമം പ്രഭാസത്യ സ്പായൽ സ്പാരിശോകം സുരുത്തുകലാൽപ്പം ശനേതാരികം. കാവങ്കൽ മുത്തപ്പൻ്റെ മന്ത്രോപദേശം നേടിയതിനു ശേഷം പിന്നീട് മന്ത്രോപദേശം കിട്ടിയത് ശാസ്താവിൻ്റെയാണ്. ശാസ്താ ഭവിഷ്യത്ത് കലോ ഭഗവൻ യുഗാന്തൻ. ഏകദേശം 16ഓളം വർഷം അക്കുള്ളി തേവരെ ഉപാസിച്ചതാണ്. അപ്പോൾ അവിടെയുള്ള ചരിത്രങ്ങളടക്കം അവിടുത്തെയുള്ള ആൾക്കാരുടെ അടക്കം നമ്മൾ ആത്മബന്ധം ഉണ്ടായതിന് ശേഷമാണ് ഈ ശാസ്താവിനോട് ഇത്രയേറെ സ്നേഹം വരാൻ കാരണം. എരുതിര വരുന്നവർക്ക് തുരുതിര വരുന്ന ശബരിമല ശാസ്ത്രവും മക്കോളി ശാസ്ത്രവും ഒന്നു തന്നെയാണ്. എന്താണ് പാനക പൂജ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ മറുപടിയുണ്ട്. അത് ശുദ്ധമായ രീതിയിൽ 7 കോൽ പന്തലിട്ടുകൊണ്ട് 7 ദിവസം വ്രതം കൊടുത്തുകൊണ്ട് അവിടെ കഴിക്കുന്ന ശാന്തിക്കാരൻ ആരുമാവട്ടെ, SOY ഭക്തിയുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അത് ഏത് ജാതി മതം, ബ്രാഹ്മണനോ ജാതി മത വർഗ രാഷ്ട്രീയ പിന്നെ ആരുമാകട്ടെ, അവിടെ ഏത് രീതിയിലും ആവാട്ടോ. ഒരു ചെറിയ കഷ്ണം കർപ്പൂരം കത്തിച്ചും ആവാം, വലിയ കർപ്പൂരം ഒഴിഞ്ഞുകൊണ്ടാവാം, എന്തിനാണെങ്കിലും എന്താ ഉള്ളൂ, അതിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വരണം, ഭക്തജനങ്ങളുടെ ശ്രദ്ധ വരണം എന്നർത്ഥം. എന്താണ് പാനക പൂജ എന്ന് വെച്ചാൽ പാനകം നേദിക്കുന്ന പൂജ, അത്രേ ഉള്ളൂ, സിമ്പിൾ. നരസിംഹമൂർത്തിയുടെ പൂജയ്ക്ക് പാനക പൂജ എന്ന് പറയാറില്ല, പക്ഷേ ശാസ്താവിൻ്റെ ആകുമ്പോൾ പാനക പൂജ എന്ന് പറയുന്നു എന്നർത്ഥം. പാനകം നേദിക്കുന്നത് നരസിംഹമൂർത്തിക്ക് നേദിക്കാം. അതുപോലെ തന്നെ ഋതം നഷ്ടം ലഭ്യതസ്വാഹ കാർത്തികവീരാർജുന പൂജയ്ക്ക് നേദിക്കാം. കാരണം നമുക്ക് കടമുണ്ട്, നമുക്ക് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സാധനങ്ങൾ തിരിച്ചു കിട്ടാണ്ട്, സ്ഥലം തിരിച്ചു കിട്ടാണ്ട്, പൈസ തിരിച്ചു കിട്ടാണ്ട്, സ്വർണം തിരിച്ചു കിട്ടാണ്ട് ആരെങ്കിലും കയ്യിലാണെങ്കിൽ അതിന് കഴിക്കുന്ന പൂജയാണ് കാർത്തികവീരാർജുന പൂജ. അതിനും പാനകം നേദിക്കുന്നു അർത്ഥം. അപ്പോൾ എന്താണ് പാനക പൂജ എന്ന് ചോദിച്ചാൽ, നമ്മൾ 7 കുല പന്തിട്ട് പടിഞ്ഞാട്ട് ദർശനമായിരിക്കുന്നുണ്ട് പൂജ കഴിക്കുമ്പോൾ ആദ്യം അലങ്കാരങ്ങളില്ലാത്തതായ, ഫോട്ടോ ഇല്ലാത്തതായ ഒന്ന്, അത് ഗുരു സ്ഥാനീയനായിട്ട് ഗുരു, എല്ലാം ഗുരു ആവശ്യം. ഗുശബ്ദസ്തു അന്ധകാരിച്ച ഗുശബ്ദസ്തു തൻ നിരോധക, അതാണ് എന്തോന്ന് ഗുരു. പിന്നീട് ഗണപതിക്ക് തളിച്ചു മെഴുകി ഫോട്ടോ ഉണ്ടാവും, അവിടെ പീഠം വച്ച് പൂജിക്കുന്നു. പിന്നീട് ശാസ്താവിന് പൂജ കഴിക്കുന്നു. പിന്നീട് ഭദ്രകാളി സങ്കല്പത്തിലാണ്, പലരും ദുർഗാ രീതിയിലാണ് പറയുന്നത്, അല്ല. പാളിയപ്പുറത്താന്ന് പറയുന്നത് ഭദ്രകാളി. ദുർഗയുടെ ഏതെങ്കിലും സാത്വിക ദുർഗയുടെ ഇതിൽ 41 ഗുരുതി ഉണ്ടോ? ശബരിമലയിൽ 41 12 പാത്രത്തിൽ ഗുരുതി നടക്കുന്നു. ഭദ്രകാളി ദേവി തന്നെയാണ്, ഭദ്രം കലയതീതി ഭദ്രകാളി. അതിനുശേഷം പൂജയ്ക്ക് ശേഷം ചെറിയ കടുത്തയ്ക്ക് പൂജ കഴിക്കുന്നു. പിന്നീട് വലിയ കഴുത്തയ്ക്ക് പൂജ കഴിക്കുന്നു. പിന്നെ മലപ്പാറക്കോട്ട ശാസ്താവിന് നിവേദ്യം കഴിക്കുന്നു. പൂജ നിർബന്ധമില്ല. പിന്നീട് പൂജ നിർബന്ധമുണ്ട്. പാർവതി സമനായ തലപ്പുഞ്ച മഹാദേവന് തന്നെ പൂജ കഴിക്കുന്നു. അവസാനം കിഴക്കോട് ദർശനമായിരിക്കുന്നു കോലിൻ്റെ മേടം, ഇടവം, മിഥുനം മൂലയിൽ മുഥുനം കർക്കടക രാശിയിലൂടെ വരുന്നതായ സ്ഥലത്ത് ആർക്ക് പൂജ കഴിക്കുന്നു? സഹോദരനായ വേൽമുരുക ഹരോഹര, ആദിരൂപ ഹരോഹര, വേൽമുരുകനും പൂജ കഴിക്കുന്നു. വേല് പിടിച്ചുകൊണ്ട് വേണം യാത്ര ചെയ്യാനെന്നർത്ഥം പാനക പൂജകൾക്ക്. അത് ഗുരുവിനായിട്ട് സങ്കല്പിച്ച പണ്ടാരാണ്ട് വേച്ച് എങ്ങാണ്ട് തുളച്ച് കയറി എങ്ങാണ്ട് ചുണ്ടത്ത് ചെറിച്ച് കയറുക, അങ്ങനെ കണ്ട് പിന്നെ അതാണ് ആചാരമായി. അത് ആചാരമേ അല്ല. ഒരു ചോര പൊടിഞ്ഞു കഴിഞ്ഞാൽ പുണ്യാഹം നടിക്കണം. അതെങ്ങനെയോ വേല് കുത്തിക്കയറ്റി എങ്ങനെയോ പണ്ടം കണ്ട പിന്നെ ആചാരം. വേല് പിടിച്ചുകൊണ്ട് ശാസ്താവിനെ നമ്മൾ അവിടുന്ന് പോയിട്ട് വലിയ ഗംഭീരമായിട്ട് അവിടെ ഭഗവതിയെ എഴുന്നള്ളിക്കുമ്പോൾ അവിടെ കൂട്ടിനായിക്കൊണ്ട് ആര് വേണം? മുരുകസ്വാമിയുടെ പ്രതീകമായിക്കൊണ്ട് വേല് പിടിച്ചുകൊണ്ടാണ് യാത്ര. ദയവ് ചെയ്ത് ഈ അനാചാരങ്ങൾ ഉണ്ടാക്കരുത്. വേലൊക്കെ കുത്തിക്കയറ്റി അതൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് മുരുകനായിട്ട് സങ്കല്പിച്ചുകൊണ്ട് കൂടെ വേണം എന്നർത്ഥം. എതിരേപ്പിന് പോകുമ്പോൾ ഭഗവതി ദേവിയെ നമ്മൾ അവിടുന്ന് ആനയിക്കുമ്പോൾ ഭഗവതിയുടെ സ്വരൂപത്തിലായിട്ട് എവിടെയാണോ ശബരിമലയിൽ ആദ്യമായിട്ട് ഭഗവതിയുടെ ചൈതന്യം കണ്ട ആ ഒരു സങ്കല്പം, അതിൻ്റെ തന്നെ എതിരേക്കുന്നത്. എന്നാൽ പിന്നെ മുറ്റത്തുനിന്ന് എതിരേക്കാൻ പറ്റില്ല, കാട്ടിൽ പോയി എതിരേക്കുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ദൂരെ പോയി എതിരേക്കുന്നില്ല. അതായത് ഭഗവതിയുടെ ചൈതന്യം, ഭദ്രകാളിയുടെ ചൈതന്യം ശബരിമലയിൽ എവിടെയാണോ കണ്ടത് ആ സ്പോട്ടിനെ, അതാണ് ഇന്നലെ കണ്ടതായ പുണ്യത്തമ്പലത്തിൽ നടന്നതായ പാനപൂജയ്ക്ക് അദ്ദേഹം മുകളിലേക്ക് ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ കുറച്ച് നേരം ഒഴിഞ്ഞു, ഓരോ സ്ഥലത്തേക്ക്. അപ്പം ഏത് ദിക്കിലാണോ ഈ ചൈതന്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് ആ ചൈതന്യത്തിലേക്കാണ് ഒഴിയുന്നത് അർത്ഥം. അങ്ങനെ കൃത്യമായ രീതിയിൽ ഒഴിഞ്ഞതാ. പിന്നീട് അത്താഴ പൂജയ്ക്ക് ശേഷം വെളുപ്പിനെ പൂർത്തിയാക്കാണ്ട് വെളുപ്പിനെ നിവേദ്യങ്ങൾ കഴിക്കുക. എല്ലാവർക്കും പൂജ നിർബന്ധമില്ല. അത്താഴ പൂജ പൂർത്തിയാക്കാണ്ട് ഗുരു മുതൽ എല്ലാവർക്കും മലരും അപ്പവും
പാനകവും കൂടി ശാസ്താവിനെ നേദിക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും സാത്വികമായ രീതിയിൽ മലരും അപ്പവും മാത്രം ശാസ്താവിന് പാനകവും പാനകം കഫക്കെട്ടുണ്ടാക്കുന്നതല്ല, അതുപോലെ തന്നെ മറ്റേ ചുമ മുതലായൊക്കെ ഉണ്ടാകുന്നില്ല, അത്രയേറെ ചൂടുള്ളതാണ്. അപ്പോൾ പാനക പൂജ. അങ്ങനെ പാനപൂജ പാനകം സമർപ്പിച്ച ശേഷം അവിടെ കെട്ടുകാരന് ശേഷം ഉദ്ദേശിച്ച് തന്നിലേക്ക് തന്നെ 16 വർഷം ഉദ്ദേശിച്ചതിന് ശേഷം അത് പാനക പൂജയായി മാറി. ഇനിയോ ഈ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു വ്യത്യാസം മാത്രമുള്ളൂ, ദേശവിളക്ക്. പലയിടത്തും ദേശവിളക്ക് എന്ന് കാണുന്നില്ല. എന്താണ് ദേശവിളക്ക്? ആ ദേശത്തെ 8 ദിക്കുകളിലും കൃത്യമായ രീതിയിൽ തന്നെ അറിയിപ്പ് കൊടുക്കും. ആദ്യം ഇന്ന അമ്പലത്തിൽ വെച്ചിട്ട് ദേശവിളക്ക് നടക്കുന്നു. അതിനുശേഷം 7 ദിവസം 21 ദിവസമാണ് പണ്ട് പതിവ്. ഇപ്പോഴാണെങ്കിൽ 7 ദിവസം കൊണ്ട് 8 ദിക്കുകളിലും ഇല്ലിയുടെ പച്ചക്കൊടി നാട്ടുന്നു. ഇല്ലിയുടെ പച്ചക്കൊടി നാട്ടിയിട്ട് അഗ്നിയുടെ പ്രതീകമായ ധർമ്മത്തിൻ്റെ പ്രതീകമായ കാവിക്കൊടി അതിനകത്ത് കെട്ടുന്നു. കാവിക്കൊടി കെട്ടിയിട്ട് വൈകുന്നേരം വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ദീപാരാധനയ്ക്ക് മുമ്പായി 8 ദിക്കുകളിൽ നിന്നും താലം വരുന്നു, വാദ്യമേളങ്ങളോടുകൂടി. ആ 8 ദിക്കുകളിൽ നിന്നും വരുന്ന താലം ഒരുമിച്ച് അവിടെ 7 കോൽ പന്തലിട്ട സ്ഥലത്ത്, ക്ഷേത്രമാണെങ്കിൽ പന്തലിട്ട സ്ഥലത്തും ഒരുമിച്ച് എത്തിച്ചേർന്നതിന് ശേഷം ദീപാരാധന കഴിക്കുന്നു. അതാണ് ദേശവിളക്ക്. ഈ ദേശവിളക്കിൻ്റെ സമയത്ത് പ്രത്യേക ആളുകൾക്ക് അവിടെ ഇല്ലിയും ഇതും കിട്ടിയതിന് ശേഷം ഒരു കോല് കുത്തി, പണ്ടൊക്കെ മരവട്ടിയുടെ കോലൊക്കെയായിരുന്നു, അവിടെ ഒരു കോല് കുത്തിക്കൊണ്ട് അതിനകത്ത് ചെരാത് വെക്കാനുള്ളൊരു സ്പേസ് ഉണ്ടാകും. മരവട്ടിയുടെ ഇത് കീറി, അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ ഇത് കീറി മരവട്ടിയുടെ ഇത് എടുത്ത് വയ്ക്കും, ചെരാത് പോലെ ഇറക്കി വയ്ക്കും ടൈറ്റായിട്ട്. എന്നിട്ട് അതിനകത്തൊരു ചെരാത് വിട്ട് വയ്ക്കും. വൈകിട്ട് പൂജ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇവിടെ പൂജ ആരംഭിക്കുന്ന തന്നെ അവിടെ വിളക്കുകൾ തെളിയും. അങ്ങനെ 8 ദിക്കുകളിൽ നിന്നും ഒരുമിച്ച് കൂടി വന്ന് സമർപ്പിക്കുന്നതിന് എന്തു പറയുന്നു? അവിടെ ദേശവിളക്ക് എന്ന് പറയുന്നു. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. പാനകപൂജയും ദേശവിളക്ക് ആണെങ്കിൽ ദേശവിളക്കായിട്ട് തന്നെ നടത്തണം, പാനകപൂജയാണെങ്കിൽ പാനപൂജയായിട്ട് തന്നെ നടത്തണം. അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എരുതര വരുന്നവർക്ക് തുരുതുര വരുന്നവർക്ക് വക്കൊള്ളിത്തെ അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുമ്പോൾ കണ്ണ് ആനന്ദം കൊണ്ട് നിറയുകയാണ് അവിടുത്തെ അനുഗ്രഹം. ഇവിടുത്തെ മഹാദേവൻ്റെ പുത്രൻ, തലപ്പുഞ്ച മഹാദേവൻ്റെ പുത്രൻ. പും നാമ നരകാത്രായതേ ഇതി പുത്ര. പും എന്ന അത് ഈശ്വരനായാലും നമ്മളായാലും ആരായാലും പും എന്ന നരകത്തിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. പക്ഷേ ഈശ്വരന്മാർക്ക് നരകമൊന്നുമില്ല. പക്ഷെ നമ്മളിലൂടെ പറയുമ്പോൾ അത്രേ ഉള്ളൂ. അതാ. അപ്പം ആരെ അറിയപ്പെടണമെന്ന് ചോദിച്ചാൽ അച്ഛന് അറിയപ്പെടുകയല്ല, മകൻ അറിയപ്പെടുകയാണ് ഇഷ്ടം. ഇപ്പോൾ എല്ലാ അച്ഛൻ്റെയും മകനായ ശാസ്താവ് ലോകം മുഴുവനും അനുഗ്രഹ. അപ്പം മഹാദേവന് എളുപ്പമുള്ളൂ. കുറച്ച് നാൾ വിശ്രമിക്കാൻ, 41 വരെ കുറച്ച് നേരം. ബാക്കിയുള്ള അനുഗ്രഹ കലകൾ മുഴുവനും മകൻ നടത്തിക്കോളും, അല്ലെങ്കിൽ മക്കൾ നടത്തിക്കോളും നടത്തും. അപ്പോൾ അങ്ങനെ നടത്തുന്നതായ ശാസ്താവ് എത്ര വിവാദങ്ങളുണ്ടായിക്കോട്ടെ, ഈശ്വരന്മാരെ പറ്റി വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഈശ്വരന്മാരുടെ ശക്തിയും കൂടുതലും അനുഗ്രഹ കലയും വർദ്ധിക്കുള്ളൂ. ശ്രീകൃഷ്ണ ഭഗവാന് വിവാദം ഉണ്ടായി. അതായത് 6 വയസ്സുള്ള ഒരു കൊച്ച് മരത്തിൻ്റെ മുകളിൽ കയറി തുണി എടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കി. 6 വയസ്സായ കൊച്ച് എന്ത് വികാരം ഉണ്ടാവണം? അവിടെ ജനിച്ചു വീടുള്ള പുഞ്ചിരി അദ്ദേഹത്തിന് മാറിയിട്ടില്ല. അപ്പോൾ ശവന്തകമണി മോഷ്ടിച്ചു, അതും ഒരു വിവാദം അല്ലേ? ശ്രീരാമചന്ദ്രസ്വാമി വേറൊരു പരമേശ്വകാം വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി, അവിടെ വേറൊരു സ്ഥലത്ത് സീത ഇരുന്നു, അവിടെ ആരാണ്ടൊക്കെ വർത്താനം പറഞ്ഞു എന്ന് പറഞ്ഞൊരു കുടിലിൽ വർത്താനം വല്ലതായിട്ട് സീതയെ ഉപേക്ഷിക്കേണ്ടി വന്നു. വിവാദങ്ങൾ എത്ര ഉണ്ടാവും തോറും മനുഷ്യനും ഈശ്വരനും ശക്തി വർദ്ധിക്കുകയുള്ളൂ. വിവാദങ്ങൾ ധാരാളം ഉണ്ടാക്കണം. വിവാദങ്ങളും വിമർശനങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും പോയിന്റിൽ കുറവുണ്ടെങ്കിൽ ആ കുറവും നികത്താൻ നമുക്ക് സാധിക്കും. ധാരാളം വിമർശനങ്ങൾ ഉണ്ടാവട്ടെ, ധാരാളം വിവാദങ്ങൾ ഉണ്ടാവട്ടെ. വിവാദങ്ങൾ ഉണ്ടാകും തോറും ഓരോ ക്ഷേത്രത്തിനും ചൈതന്യം വർദ്ധിച്ചു വരുന്നുള്ള സത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം പാനപൂജയാണെങ്കിലും ദേശവിളക്കാണെങ്കിലും എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ, ഇൻവോൾവ് ആകട്ടെ. അവിടെ ജാതി മത വർഗ രാഷ്ട്രീയ ഭേദമന്യല്ല. മുത്തപ്പൻ പറയുന്ന പോലെ, എൻ്റെ ശങ്കരപ്പൻ പറയുന്ന പോലെ തന്നെ അർഹതയുണ്ടെങ്കിൽ ആർക്കും, ഭക്തിയുണ്ടെങ്കിൽ ആർക്കും, വൃത്തിയുണ്ടെങ്കിൽ ആർക്കും, വ്രതശുദ്ധി ഉണ്ടെങ്കിൽ ആർക്കും ഏത് പൂജയും കഴിക്കാമെന്നുള്ള സത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും തിങ്കളും കൊന്നയും ചൂടുമീശൻ പദ പങ്കജം ചേർന്ന് നിന്നാട് പാമ്പേ നല്ലൊരു തിങ്കൾ ആഴ്ച നേരുന്നു. എല്ലാവരെയും സ്വാമി ശരണം. സ്വാമി രക്ഷിക്കട്ടെ.